ഗായ്സ്, അപ്പോൾ ആ മിസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മഴ പെയ്തപ്പോൾ വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ സൺഡേ ആണ്. അപ്പോൾ ഇവിടെ ഫോൺ കണ്ടുകൊണ്ടിരിക്കുകയാണ് കുട്ടൻ. അപ്പോൾ ഇന്ന് വെറുതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളിന്ന് അച്ഛൻ പറഞ്ഞു നമുക്ക് ഇന്ന് തത്തേങ്കലത്തും ഒക്കെ ഒന്ന് പോവാന്ന്. ഇവിടെ മഴ പെയ്താൽ നല്ല രസമാണ്. അപ്പോൾ അതൊക്കെ നിൽക്കും കൂടി കാണിച്ചു തരാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. ഫോണ് കിട്ടിയാൽ പിന്നെ ഫോണിലാണ് ഗൈസ്. ഇപ്പോൾ ഇവൻ്റെ കറണ്ട് കൂട്ടുകാരനാണ് ഈ കൊട. ഇതുണ്ടെങ്കിൽ അവൻ എവിടെയെങ്കിലും ഇരിക്കുള്ളൂ ഗൈസ്. ഇത്തെ കറണ്ട് അവസ്ഥ എപ്പോഴും മഴയാണ് ഗൈസ്. കാടൊക്കെ പോലെ വളർന്നുണ്ട്. ചെറിയൊരു പേടിയുണ്ട് കേട്ടോ. എൻ്റെ ചെറിയ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ മുട്ട് വരെ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ എന്ത് ഞങ്ങൾക്ക്. ചെറുതായിട്ട് വെള്ളം കുറഞ്ഞു ഗൈസ്. നിങ്ങളിപ്പോൾ വരികയാണെങ്കിൽ ബി കെയർഫുൾ ഗൈസ്. ഞങ്ങൾ ഇവിടെ വരെയൊക്കെ വെള്ളം പ്രതീക്ഷിച്ചതാണ്. ഇവിടെ വീഡിയോ എടുക്കണതിൻ്റെ തിരക്കില്ല. ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഡയറക്റ്റ് വെള്ളം വരുന്നതും കൊണ്ട് നമുക്ക് പേടിക്കാനില്ല. ചളിയൊന്നും ഉണ്ടാവില്ല അല്ലേ അച്ഛാ? വീഡിയോ അഡിക്റ്റ് ഇവിടെ ഞാൻ തന്നെ നന്നായിട്ട്. എനിക്ക് തണുക്കടോ. ഒരു കാര്യം പറയട്ടെ, നമ്മള് ഇതുപോലെ ഒരു വെള്ളമുള്ളൊരു ദിവസം 2018
ഞങ്ങൾ ഇങ്ങനെ പോന്നു. എൻ്റെ കസിൻസ് എല്ലാവരും ഉണ്ടായിരുന്നു, കസിൻസൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ പോയപ്പോൾ കാലിൻ്റെ ഇത്ര വലിയിരുന്നു വെള്ളം. ഇങ്ങനെയൊക്കെയാണ് കഷ്ടപ്പെട്ട് എത്തിയത്. ഇനി കുറച്ച് സൂക്ഷിച്ച് നടക്കണേ കൊണ്ട് നമ്മൾ അവിടെ എത്തിയിട്ട് ഇനി എടുക്കണുള്ളൂ. കാട്, മല, ഡോറയുടെ വീട് അങ്ങനെ പറയണ. ഞാൻ അവിടെ എത്തിയിട്ടേ വീഡിയോ എടുക്കണുള്ളൂ കേട്ടോ. ഫോൺ നനയും അല്ലെങ്കിൽ. ഗൈസ്, എനിക്ക് ഇവിടെ നല്ല രസമെല്ലാം കൊണ്ട് എടുക്കുകയാണ്. ഇവിടെ മല സ്ഥലമായതുകൊണ്ട് വെള്ളമൊക്കെ നമുക്ക് ഇങ്ങനെ പ്രതീക്ഷിക്കാം. ഹായ്, വെള്ളം കറിഞ്ഞോ? റിലീഫ്. ദിസ് ഈസ് കാൾഡ് റിലീഫ് ഗൈസ്. കണ്ടോ, ഞാനപ്പോൾ കൊടയൊക്കെ വാങ്ങി. ഒരു മിനിറ്റ് ഗൈസ്, ഫോൺ തുടക്കട്ടെ കേട്ടോ. സോ ഗൈസ്, നമ്മൾ നടന്ന് പിന്നെയും വെള്ളത്തേക്കാവും തോന്നുന്നു. ആൾക്കാരുണ്ട്. ഗൈസ്, നിങ്ങൾക്ക് നേരെ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ നമുക്ക് നേരെ കാണാം. നല്ല വെള്ളമുണ്ട്. നമ്മൾ തൂക്കുവറ്റിലാണ് കയറുന്നത്. എനിക്കാണെങ്കിൽ തൊണ്ടയിൽ കാണാൻ പോകുന്നത് നമ്മുടെ കൈതച്ചറക്കാരുടെ വെള്ളം മഴ പെയ്താലുള്ള അവസ്ഥ എന്നതാണ് പറയേണ്ടത്. വെള്ളത്തിൻ്റെ അളവും ഒക്കെ കാണിച്ചു തരാം. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പറയൂ നിങ്ങൾക്ക് വരണോ വേണ്ടേ എന്നുള്ളതൊക്കെ. കുറേ പേരിങ്ങനെ പറയുന്നുണ്ട് അങ്ങോട്ടൊന്ന് വരാൻ തോന്നുന്നൊക്കെ. അപ്പോൾ നിങ്ങൾ ഈ അവസ്ഥ കണ്ടാൽ നിങ്ങൾ വരുമ്പോൾ അതാണ് എനിക്ക് മുങ്ങോന്നൊരു സംശയമുണ്ട്. കാരണം വെള്ളം കയറി വരുന്നുണ്ട്, മിക്സ്ഡാണ്. കണ്ടോ ഗൈസ്, നമ്മുടെ ബോഡി നനയത്തില്ല. പോണോക്കെ ഗൈസ്, നിങ്ങളൊന്ന് നോക്ക് ഗൈസ്. ദിസ് ഈസ് കാൾഡ് ഡേഞ്ചർ സോൺ ഗൈസ്. അമ്മയാ, സ്റ്റെപ്പ് ഒക്കെ കേറിയില്ലേ? അവിടെ ഒരു അമ്പലത്തിൽ നിറച്ച് സ്റ്റെപ്പ് ഉണ്ടായിരുന്നു ഗൈസ്, ഒക്കെ മുങ്ങി. നിങ്ങളിത് കണ്ടിട്ട് പറ പോരണോ വേണ്ടേന്ന്. ഞാൻ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ദാ ഈ പോർഷനൊക്കെ കണ്ടോ, ഇവിടെ നമുക്ക് നടന്നു പോകാൻ പറ്റുമായിരുന്നു. മണ്ണൊക്കെയാണ് അവിടെ. അവിടെ നമുക്ക് അവിടെ ഒരു തിണ്ടാണ്. ആ തിണ്ടിൽ നമുക്ക് നിൽക്കാൻ പറ്റും. പക്ഷെ ഇപ്പം അവിടെ ഒന്നുമില്ല. അത് കൂടെ നമുക്കിങ്ങനെ വെള്ളമില്ലാതെ നടന്നു പോകാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇത് അവസ്ഥ നിങ്ങളൊന്ന് കാണുക ഗൈസ്. ഡെഡിക്കേറ്റിംഗ് ടു ഓൾ ഗൈസ്. നിങ്ങൾ പുഴയിൽ ഒരിക്കലും പോരരുത് ഗൈസ്. ഈ സമയത്ത് ഞങ്ങൾ തൂക്കുപാല ഉള്ളത് കൊണ്ടാണ് വന്നത്. എനിക്കെന്നെ കൊണ്ടിട്ട് പോയി. എല്ലാ സ്റ്റെപ്പും മുങ്ങി.
ഉണ്ടായിരുന്നു കേട്ടോ. അമ്മയ്ക്ക് സങ്കടം വരിക. ഇതൊക്കെ നേരെയാവില്ല അച്ഛാ. ഗൈസ്, ഇതിനെക്കുറിച്ച് അച്ഛനാണ് കൂടുതൽ അറിവുള്ളത്. നമുക്ക് അച്ഛനോട് ചോദിക്കാം കേട്ടോ. നമുക്ക് അച്ഛനോട് ഇറങ്ങിയിട്ട് ചോദിക്കാം എന്തൊക്കെയാണ് സംഭവം എന്നുള്ളത്. എനിക്ക് പേടിയാണ് ഗൈസ്. സ്റ്റെപ്പൊക്കെ സൂക്ഷിച്ചിറങ്ങണം, അല്ലെങ്കിൽ പണി കിട്ടും. സ്റ്റെപ്പാണോ നോക്കാം. ഇനി സ്റ്റെപ്പില്ലല്ലോ. മിനിറ്റ് ഗൈസ്. നിങ്ങൾക്കൊരു കരകര സൗണ്ട് കേൾക്കും. അത് മഴ പെയ്തിട്ട് അത് കൊടയ്ക്ക് വീഴുന്ന സൗണ്ടാണ് കേട്ടോ. ഇനി നമ്മൾ വേറൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഒക്കെ വെള്ളം ഗൈസ്, കണ്ടോ. ഫോണിന് കൊട. എൻ്റെ ചെരുപ്പ് പൊട്ടിയെന്നൊരു സംശയം. നമ്മള് അടിപൊളിയാണെങ്കിലും സേഫ് ആണ് ഗൈസ്. അങ്ങനെയാണ് കുറേ സേഫ് ആയിട്ടാണ് പോയിട്ടുള്ളത്. നമ്മളിനി തത്തേങ്കലം ആണ് പോകുന്നത്. അവിടെ ഒരു ഇതുപോലത്തെ ഒരു സംഭവം റിക്കൂട്ടുണ്ട് കേട്ടോ, പൊളിച്ചു വച്ചാന്. നമ്മളിനി തത്തേങ്കലത്താണ് പോകുന്നത്. തത്തേങ്കലം എവിടെ? തത്തേങ്കലം ഫോറസ്റ്റ് ഏരിയ. ഫോറസ്റ്റ് ഏരിയ. അവിടെയൊക്കെ നല്ല രസമുണ്ടായിരിക്കും, പക്ഷെ നല്ല സേഫ് ആയിട്ട് പോകണം. അപ്പൊ നമുക്ക് ഇവിടെ തന്നെ നമ്മൾ പോകണമെന്ന് വിചാരിച്ചില്ല, പക്ഷെ പിന്നെ അഡ്വഞ്ചറസ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പോയത്. അപ്പൊ അടിപൊളിയാണ്, പിന്നെ നന്നായിട്ട് സേഫ് ആയിട്ട് പോകണം. നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. അങ്ങനെയാണ് അവസ്ഥ. ആണ് നമ്മുടെ വീട്. വീട്ടിൽ പോവാ അല്ലല്ലോ. കണ്ടോ, നമ്മുടെ വീട്.
ഇവിടെ നിർത്തി ഗൈസ്. ഇനി ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് പോവാണ്. സൈലന്റ് വാലിയുടെ ആൾക്ക് പറഞ്ഞു. അപ്പൊ ഇവിടെ എന്തോ സൈലന്റ് വാലി, ഇനി അങ്ങോട്ട് സൈലന്റ് വാലിക്ക് പോവാൻ എളുപ്പമാണ് ഗൈസ്. ചെറിയൊരു ഒഴുക്കുണ്ട്, നല്ല ഒഴുക്കാണ്, നല്ല ഒഴുക്കാണ്. റിക്കൂട്ട് എപ്പ പോയായിരുന്നു? ശനി പോഴയുടെ എന്തെങ്കിലും ഇൻഫർമേഷൻ എന്തെങ്കിലും അറിയോ നമ്മുടെ ഫ്രണ്ട്സിന്? മലയുടെ മേലെ തന്നെ ഫ്രഷ് വെള്ളമാണ്. മലയുടെ ബോളിന്നേ വരുന്ന വെള്ളമാണ് പറയാം. ആൾക്കാര് പിന്നെ തിരുമ്പാനും കുളിക്കാനൊക്കെ വെള്ളം ഉപയോഗിക്കും.
bird without a stone. Talk the talk to throw a bone. സ്ഥലം കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് മാസപ്പറമ്പാണ്. എനിക്ക് ഇവിടെയൊക്കെ പോയി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ ഒരു വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഗൈസ്. ഇതൊക്കെയാണ് പറമ്പ് എന്നൊക്കെ പറഞ്ഞ. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി. അടുത്ത വേറെ സംഭവം ഞാൻ പറഞ്ഞുതരാം. എന്താ ഞാൻ 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ അച്ഛൻ്റെ ഒപ്പം ഓടാനൊക്കെ പോകട്ടോ. ഇവിടെ വരുമ്പോൾ ഒരു 5 മണി 6 മണി ആകുമ്പോഴോട്ടെ ഞങ്ങൾ വരിക. നല്ല രസമാണ്. മഞ്ഞില്ലേ, മഞ്ഞ് പെയ്തിട്ട് ഐസ് പോലെ നിലത്ത് കിടക്കുക. അതുപോലെ ഐസ് ഇതിലൊക്കെ ഇങ്ങനെ ഐസ് വീണ് കിടക്കുക. ഐസ് എന്ത് രസമാ. അപ്പം നമുക്ക് ഇതിൻ്റെ കുറച്ച് വിഷ്വൽസ് കണ്ടാലോ. ഗായ്സ്, ഇവിടെ ഡ്രൈവിംഗ് ഒക്കെ പഠിക്കാട്ടോ. നമുക്ക് ഡ്രൈവിംഗ് പഠിക്കുന്ന കുറച്ച് സ്ഥലമുണ്ട് ഇവിടെ. പക്ഷേ കുറച്ച് ദിവസം മുമ്പ് ഇവിടെയൊക്കെ കത്തിക്കരിഞ്ഞതാണ്. മഴ വന്ന് രക്ഷിച്ചു. അപ്പോൾ നല്ല രസമുണ്ട് ഗൈസ്. കണ്ടോ ഗൈസ്, എന്ത് രസം. ഇതൊക്കെയാണ് നേച്ചർ എന്നൊക്കെ പറഞ്ഞാൽ. ഇങ്ങനെ ഓരോ മ്യൂസിയം പോലെ ഉണ്ടാക്കി വെച്ചതെന്നല്ല. ഇതാണ് സാധനം, ഇതാണ് സംഭവം. ഇവിടുത്തെ നാട്ടുകാർ ഇതിനെ എന്താ പറയുക, നല്ലപോലെ നോക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല ഇപ്പോൾ കേട്ടോ. നോക്ക് ഗൈസ്, അവിടെ ഒരു പുഴയുണ്ട് കേട്ടോ ഗൈസ്. കണ്ടോ, അവിടെ ഉള്ളത് ഒരു പുഴയാണ്. ഇവിടെ നിന്ന് കുളിക്കാനൊക്കെ പറ്റുമല്ലോ. ഇപ്പോൾ വെള്ളം നിറഞ്ഞിട്ട് പറ്റില്ല കേട്ടോ. ഇവിടുന്നൊക്കെ എന്ത് രസമാണെന്നറിയാം. പെക്കൂട്ടൻ നോക്ക് ഗൈസ്, ഓടണുണ്ടോ, അടിപൊളിയാണ് ഗൈസ്. കണ്ടോ, നല്ല തണുപ്പാണ് ഇവിടെ. എന്ത് രസാന്നറിയോ. നമ്മള് കഴിക്കാൻ കേറിട്ടോ. നമ്മള് കഴിക്കാൻ കേറിയിട്ട്
നോക്കിയപ്പോൾ കുറച്ച് സമയമായി, ഒരു 8-9 മണിയായി. എന്താ നമ്മൾ കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ ഇന്ന് പോയത്. ഇന്ന് എന്താ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് നമ്മൾ തത്തേങ്കലം പോയപ്പോൾ വെള്ളത്തിൽ കൂടി ചവിട്ടി നടന്നതാണ്. അപ്പോൾ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു സംഭവം. സോ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇങ്ങോട്ട് വേണ്ടേ എന്നൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും. അപ്പോൾ ഇന്നത്രേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.